DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ 5ഓളം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കുമെല്ലാം ആശ്വാസവാർത്ത എത്തിയിരിക്കുകയാണ്. മാർച്ച് മാസത്തെ പെൻഷൻ വിതരണ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു. ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയാണ് മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യുക. ഇതിനായി 990 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുകയാണ്. മാർച്ച് മാസത്തെ പെൻഷൻ വിതരണത്തിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. മാർച്ച് 24 തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ആരംഭിക്കുകയാണ്. മാർച്ച് 24 തിങ്കളാഴ്ച മുതൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷന്റെ ഒരു മാസത്തെ തുകയായ 1600 രൂപയും വിതരണം ആരംഭിക്കും. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചതിനാൽ തിങ്കൾ മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നതാണ്. അടുത്ത ആഴ്ച തന്നെയാണ് 49 ലക്ഷത്തോളം പേർ കാത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും 7 ലക്ഷത്തോളം പേർക്കുള്ള ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം ചെയ്യുന്നത്. മാർച്ച് 25 ചൊവ്വാഴ്ച പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ടിനായി 990 കോടി രൂപ സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇകുബേർ സംവിധാനം വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കുകയാണ്. ഈ തുക ഉപയോഗിച്ച് മാർച്ച് 26-നോ 27-നോ സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവും ആരംഭിക്കുന്നതാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുവാൻ കഴിയുന്നത്. ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. മാർച്ച് അവസാനം ചെറിയ പെരുന്നാളൊക്കെ വരുന്നതിനോടനുബന്ധിച്ച് മാർച്ച് 31-ന് മുൻപായി ഭൂരിഭാഗം പേർക്കും മാർച്ച് മാസ പെൻഷൻ വിതരണം ചെയ്തു തീർക്കുവാനായിരിക്കും സർക്കാർ ശ്രമം. പെൻഷൻ വിതരണത്തിനായി സർക്കാർ കടമെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മാർച്ച് മാസത്തെ 1600 രൂപയുടെ വിതരണം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ ഈ മാർച്ച് വരെ ഒരു വർഷം എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ വിതരണവും നടക്കുകയും ചെയ്തു എന്നും പറയാം. മാത്രമല്ല, പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ ലഭിക്കുവാനുള്ള 3 ഗഡു കുടിശ്ശിക പെൻഷനുകളുടെ വിതരണവും സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. വിശേഷ ദിവസങ്ങളൊക്കെ വരുന്ന മാസങ്ങളിൽ ആ മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനുകളിലെ ഒരു ഗഡുവും കൂടി ചേർത്ത് 3200 രൂപ വീതം നൽകുന്നതാണ് കുറച്ചു വർഷങ്ങളായി സർക്കാരിന്റെ ഒരു രീതി. അത്തരത്തിൽ ഏപ്രിൽ മാസത്തിൽ വിഷുവും ഈസ്റ്ററുമൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ നിന്ന് ഒരു ഗഡുവും ഒപ്പം ഏപ്രിൽ മാസത്തെ പെൻഷൻ ചേർത്ത് 3200 രൂപ വിതരണം ചെയ്യുവാനാണ് കൂടുതൽ സാധ്യത. ഏപ്രിൽ 14-ാം തീയതി വിഷു വരുന്നതിനാൽ ഏപ്രിൽ 10-നോട് അടുപ്പിച്ചൊക്കെ പെൻഷൻ വിതരണം ആരംഭിക്കുവാനാണ് സാധ്യതയുള്ളത്. അങ്ങനെയെങ്കിൽ കേവലം 3 ആഴ്ചത്തെ ഇടവേളയ്ക്കുള്ളിൽ തന്നെ മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ വിതരണത്തിലൂടെ ഗുണഭോക്താക്കൾക്ക് 3 മാസത്തെ തുകയായ 4800 രൂപയായിരിക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി എത്തിച്ചേരുക. അതുപോലെ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിലും അർഹതയുള്ളവർ തന്നെയാണ് പെൻഷൻ വാങ്ങുന്നതെന്നുറപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ നടപടികൾ വീണ്ടും ഉണ്ടാകുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെൻഷൻ മസ്റ്ററിംഗ് ആണ്. ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും ഇതുണ്ടാകുവാൻ കൂടുതൽ സാധ്യത. അതുപോലെ തന്നെ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയാണെന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനും സർക്കാർ ആവശ്യപ്പെടുന്നതാണ്. ഇതിന്റെയൊക്കെ തീയതി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.